ഓണക്കാലം കഴിയാൻ നിൽക്കുകയായിരുന്നു തോന്നുന്നു കേട്ടോ. നമ്മളെ വീട്ടിലെ പൂക്കളൊക്കെ പൂക്കാൻ വേണ്ടിയിട്ട് കണ്ടില്ലേ, എല്ലാ പൂക്കളും പൂത്തു കേട്ടോ. ഒന്നാമത് മഴ ഇങ്ങനെ ചറപറാന്ന് പെയ്തതുകൊണ്ടാണ് തോന്നുന്നു കേട്ടോ പൂക്കളൊക്കെ പൂക്കാൻ മടിച്ച് നിന്നത്. പൂക്കളല്ല അല്ലേ, ചെടികളൊക്കെ പൂക്കാൻ മടിച്ച് നിന്നത്. അങ്ങനെയല്ലേ ശരിയാവുക. ഏതായാലും നമ്മുടെ വീട്ടിലുള്ള നാടൻ പൂക്കളൊക്കെ ഇതാ ഉഷാറായിട്ട് പൂത്തിട്ടുണ്ട് കേട്ടോ. നല്ല വെയിലൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ പോരാത്തതിന് നല്ല മഞ്ഞുണ്ട് രാത്രി ആയാൽ. രാത്രി ആവണമെന്നൊന്നുമില്ല കേട്ടോ, ഏകദേശം 5 മണി 6 മണി ആയാൽ തന്നെ നല്ല മഞ്ഞാണ്. അപ്പോൾ പൂക്കളൊക്കെ ഉഷാറായി ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ എൻ്റെ കുമ്പളത്തിൻ്റെ വള്ളിയും കൂടെ ഉഷാറായി വരുന്നുണ്ട് കേട്ടോ. മത്തൻ്റെ ഇലയും കുമ്പളത്തിൻ്റെ ഇലയും ഒക്കെ ഉഷാറായി വരുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ മുമ്പേ വീടിന് മുന്നിൽ നന്നായിട്ട് തെച്ചിക്കൊമ്പ് നന്നായിട്ട് പൂത്തൊലഞ്ഞ് നിന്നേന്ന് കേട്ടോ. അപ്പോൾ ഈ മഴക്കാലം കഴിഞ്ഞതോടുകൂടി തെച്ചിക്കൊമ്പ് ആകെ കരിഞ്ഞുപോയി, ഉണങ്ങിക്കരിഞ്ഞു. അപ്പോൾ ഞാൻ അതെടുത്ത് കൊമ്പ് ഒന്നാകെ വെട്ടി കൊണ്ടുവന്നിട്ട് ഇവിടെ കുമ്പളത്തിൻ്റെ വള്ളി പടരാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുത്തതാണേ. അങ്ങനെ കുമ്പളവള്ളി ഇഞ്ഞിതുമ്പോൾ ഇങ്ങനെ പിടിച്ച് കായായി വരട്ടെ, അങ്ങനെ കൊണ്ടുവന്ന് വെച്ച് കൊടുത്താണ് കേട്ടോ. അങ്ങനെ പുറത്തുള്ള കാഴ്ചകളൊക്കെ കഴിഞ്ഞ ശേഷം ഞാനിതാ വന്നിട്ട് ചായക്കടിയൊക്കെ ഉണ്ടാക്കാനുള്ള ഒരുക്കത്തിലാണേ. ഇന്നിപ്പോൾ ഉണ്ടാക്കുന്നത് ചെറുപയർ ദോശയാണ് കേട്ടോ. വീട്ടിലാണെങ്കിൽ മക്കൾക്ക് രണ്ടാക്കും ഭയങ്കര മടിയാണ് കേട്ടോ. ദോശേൻ്റെ കൂടെയൊക്കെ ആയാലും ചായക്കടീൻ്റെ കൂടെ നമുക്ക് ചെറുപയർ ഉണ്ടാക്കിയാൽ കഴിക്കാൻ ഭയങ്കര മടിയാണ്. അപ്പോൾ അവരെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു പരിപാടി ട്രൈ ആക്കിയത് കേട്ടോ. പച്ചരിയിലേക്ക് ഉഴുന്നും ഉലുവയും ചെറുപയറും കൂടി ഇട്ടിട്ട് പുതർത്തി അരച്ചെടുത്തിട്ട് ദോശ ഉണ്ടാക്കുകയാണേ. അപ്പോൾ ചെറുപയർ ദോശ എന്നൊക്കെ പറയാം. അപ്പോൾ ഇന്നിപ്പോൾ രാവിലത്തെ ചായക്കടി അതാണ് കേട്ടോ. ചെറുപയർ ദോശയും ചമ്മന്തിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. നമ്മളങ്ങനെ ഓരോന്നോരോന്നായിട്ട് അങ്ങനെ ചുട്ടെടുക്കുന്നുണ്ട്. ഇതിപ്പോൾ കുട്ടികൾക്ക് അറിയില്ല കേട്ടോ ഞാൻ അതിൽ ചെറുപയർ ഇട്ടിട്ടുണ്ട് എന്നുള്ളത്. ഞാൻ പറയുകയില്ല കേട്ടോ, കാരണം പറഞ്ഞാൽ പിന്നെ കഴിക്കാൻ കൂട്ടാക്കൂല. ആ ഒരു ചുവ അറിയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കൂടുതൽ ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉലുവേൻ്റെ ആ ഒരു ചുവ കിട്ടുമ്പോൾ ചെറുപയർ ഇട്ടിട്ടുണ്ടെന്ന് മനസ്സിലാവില്ല. ചെറുപയറിനോട് എന്താണെന്നറിയില്ല, ഭയങ്കര ദേഷ്യമാണ് കുട്ടികൾക്ക്. ഈ ഒരു സമയത്ത് കുട്ടികളുടെ ഒരു ബ്രെയിൻ വളരുന്ന ഒരു സമയമല്ലേ. അപ്പോൾ ഇതൊക്കെ കഴിക്കണം എന്ന് വെച്ചിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ഇട്ട് കൊടുക്കണത്. പിന്നെ വേഗം നമ്മൾ ചമ്മന്തി ഉണ്ടാക്കാനുള്ള ഒരുക്കാണേ. ചമ്മന്തി വെച്ചാൽ തക്കാളി ചട്നിയോ കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. സാധാരണ തേങ്ങാ ചമ്മന്തി, എന്താ പറയുക, ചെറിയ ഉള്ളിയും മുളക് പൊടിയും ഉപ്പിട്ടിട്ടുള്ള വെള്ളം ഒഴിക്കാത്ത ചമ്മന്തി. അങ്ങനെ ഉലർന്ന് നിൽക്കുന്ന ചമ്മന്തിയാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. തക്കാളി ചട്നി ഒന്നാകുമ്പോൾ കുഴപ്പമില്ല, പക്ഷേ തേങ്ങയിൽ ഇങ്ങനെ ഈ വെള്ളം ഒഴിച്ചിട്ടുണ്ടാക്കുമ്പോൾ അത് ഇഷ്ടമല്ല. നമ്മുടെ നാട്ടിലിവിടെ തേങ്ങ തന്നെയാണ് കേട്ടോ പറയുക. അതുകൊണ്ടാണ് ഞാൻ ഈ തേങ്ങ തന്നെ പറയണത്. അതങ്ങനെ ഒരു ശീലമായി. ചുട്ടയിലെ ശീലം ചുടല വരെ എന്നല്ലേ, അതങ്ങനെ ഈ തേങ്ങ എന്ന് പറഞ്ഞാൽ അതൊരു ശീലമായിപ്പോയി. ചിലരൊക്കെ എനിക്ക് കമൻറ്റ് ഇടാറുണ്ട് കേട്ടോ, തേങ്ങ എന്ന് പറയരുത് നാളികേരം എന്ന് പറയണമെന്ന് പറഞ്ഞിട്ട്. പക്ഷേ എനിക്ക് അങ്ങനെ കിട്ടുള്ളൂ. ഏതായാലും ഞാനെൻ്റെ ദോശയും ചമ്മന്തിയൊക്കെ കൊണ്ടുപോയിട്ട് ഏട്ടനും അമ്മൂസിനും കൊടുക്കട്ടെ കേട്ടോ. ഒരു രണ്ടാളിപ്പോൾ നേരത്തെ ചായ കുടിക്കാൻ റെഡിയായി വന്നിട്ടുണ്ട്. അങ്ങനെ അമ്മൂസും ഏട്ടനും കൂടി ഇരുന്നിട്ട് അങ്ങനെ ചായ കുടിക്കാൻ കേട്ടോ. അമ്മൂസിന് വലിയ ഇഷ്ടമാണ് കേട്ടോ ദോശയും ചമ്മന്തിയൊക്കെ കഴിക്കാനേ. ഇങ്ങനെ ഉലർച്ചയുള്ള കറികളും കടികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അവർക്ക്. നല്ല മുരിഞ്ഞ ദോശയും ചമ്മന്തിയും കൂട്ടിയിട്ട് ഓരവിടെ ചായ കുടിയൊക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെ അതിന് ശേഷം ഞാൻ ഏട്ടനും കൂടി ഒരു 10-12 മണിയായപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് പഞ്ചായത്തിൽ നിന്ന് കോഴിക്കുട്ടിയോടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ കോഴിക്കുട്ടിയോടെ വാങ്ങാൻ വേണ്ടിയിട്ട് വന്നതാണേ. 5 കോഴിക്കുട്ടികളാണ് ഉള്ളത്. ഒരാൾക്ക് 5 കോഴിക്കുട്ടികളാണുള്ളത്. അപ്പോൾ അങ്ങനെ ഞങ്ങളത് മേടിക്കാൻ വേണ്ടിയിട്ട് വന്നതാണേ. അതിനിടയിൽ ഒരു കോഴിക്കുട്ടി ചാടിപ്പോയി എന്നിട്ടോ പുറത്തേക്ക്. അപ്പോൾ കണ്ടോ, അയാൾ അതിനെ തൂക്കി പിടിച്ച് കൊണ്ടുവരികയാണ്. അങ്ങനെ കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ട് നിൽക്കുകയാണ് കേട്ടോ. ഞാൻ അയാളോട് പറഞ്ഞു കോയിനെ കിട്ടിയാൽ ഞങ്ങൾക്ക് തരൂല ഒക്കെ പറഞ്ഞിരുന്നു കേട്ടോ. പക്ഷേ എനിക്ക് പിടിക്കാൻ കിട്ടിയില്ല. പിന്നെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് കുട്ടികൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഡൈനിങ് ഹാളിലാക്കിയതാണ് കേട്ടോ. എൻ്റെ അമ്മൂസിന് വലിയ ഇഷ്ടമായിട്ടോ കോഴിക്കുട്ടികളെ. ഇതിന് മുമ്പ് എനിക്ക് അങ്ങനെ 8-9 കോഴിക്കുട്ടികളെ കിട്ടിയെന്നിട്ടോ പഞ്ചായത്തിൽ നിന്ന്. അത് മുഴുവൻ കരിങ്കോഴികളായിരുന്നു കേട്ടോ. ഇതിപ്പോൾ കുഞ്ഞു കുട്ടികൾ ബ്രോയിലർ കോഴിൻ്റെ കുട്ടികളാണ് കേട്ടോ. ഏതായാലും കിട്ടിയത് വലിയ സന്തോഷമായിട്ടുണ്ട് മക്കൾക്കൊക്കെ. രണ്ടാളും നല്ല കളിയാണ്. ഇന്നിപ്പോൾ കളി കോഴിക്കുട്ടിയോടെ കൂടെയാണ് കേട്ടോ. കോഴിക്കുട്ടി നമ്മൾ പുറത്തേക്ക് കൂട്ടിലേക്ക് ആക്കാത്തത് എന്താണെന്ന് വെച്ചാൽ കോഴിക്കുട്ടികൾ 8-9 ആൾക്കാർ കൂട്ടിലുണ്ട്. അപ്പോൾ ഓരോർക്ക് വലിയ ആൾക്കാർ വേണം, അതുകൊണ്ടാണ് കൂട്ടിലാക്കാത്തത്. ഇന്നിപ്പം ഓരോ പെട്ടിയിൽ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ടൊന്ന് നിർത്തണം. പിന്നെ നാളെയൊക്കെ മാറ്റി കൂട്ടിലേക്ക് മാറ്റണം. വേറെ എന്തെങ്കിലും കൂട് വാങ്ങി എന്തെങ്കിലും ചെയ്യണം. ഏതായാലും ഇന്നിപ്പോൾ കുട്ടികൾക്ക് വലിയ സന്തോഷമാണ്. ഓരോ കളിക്കൂട്ടുകാരായിട്ടുണ്ട് കോഴിക്കുട്ടികൾ. കോഴിക്കുട്ടി സോഫയിൽ അപ്പിടുന്ന് പറഞ്ഞിട്ട് ഓടിപ്പോയി കോഴിക്കുട്ടീനെ പായിപ്പിക്കുകയുണ്ട്. പാവം കോഴിക്കുട്ടി ആകെ പേടിച്ചു പോയി. കോഴിക്കുട്ടി വിചാരിച്ചിട്ടുണ്ടാവും ഇതിൽ നല്ലത് തമിഴന്മാരെ വണ്ടി തന്നെ നിന്നാൽ മതിയെന്ന് വന്ന്. രണ്ടാളും കൂടി അതിനെ പരിപ്പെടുക്കുന്നുണ്ട്, അടിച്ച് ഓടിക്കുന്നുണ്ട് അമ്മൂസ് അനുമോളും ഒരുപോലെ തന്നെയാണ് കേട്ടോ. എനിക്കും വലിയ ഇഷ്ടമാണ് കേട്ടോ കോഴിക്കുട്ടികളെ. പിന്നെ ഞാനിങ്ങനെ കോഴിക്കുട്ടികളൊക്കെ എടുത്തിട്ട് ഞാനും വീഡിയോസും ഫോട്ടോ ഒക്കെ എടുത്ത് ഇങ്ങനെ നിൽക്കുകയാണേ.
ഇന്നത്തെ നമ്മളെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. താങ്ക് യു.